വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ എല്ലാവരും തന്നെ. അല്പസമയത്തിന് ശേഷം, അതായത് 11 മണിക്ക് ശേഷം അദ്ദേഹം സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിലാണ് അദ്ദേഹം വന്നിറങ്ങുന്നത്. അതായത് തിരുനെല്ലിയിൽ അദ്ദേഹം എത്തി ക്ഷേത്ര ദർശനം നടത്തുകയാണ്. അവിടെ പിതാവിന് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണവും നടത്തി അതിനുശേഷമാണ് അദ്ദേഹം ഈ വയനാട്ടിലേക്ക്, അതായത് ബത്തേരിയിലേക്ക് എത്തുന്നത്. ബത്തേരിയിൽ വളരെ വലിയ ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരൊക്കെ തന്നെ വളരെ വലിയ ആവേശത്തിലാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം വളരെ വലിയ ഒരു പ്രവർത്തകരെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയത്തക്ക കാര്യം പോലീസിൻ്റെ കർശന സുരക്ഷ തന്നെയാണ്. പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് തീർത്തിരിക്കുന്നത്. ഈ ഒരു സുരക്ഷാ സംവിധാനം പ്രവർത്തകർക്കൊക്കെ വളരെ വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു കൊടും വേനലിൽ അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കുട ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. അതുപോലെ വെള്ളം കൊണ്ടുവരുന്ന ബോട്ടിൽ അകത്തേക്ക് കടത്തുന്നില്ല. അങ്ങനെ വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഇതൊക്കെ മൂലം പ്രവർത്തകർ വളരെ വലിയ ആശങ്കയിലാണ്. ഈ കൊടും വേനലിൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി പലരും ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന കസേരകളെടുത്ത് തലയിൽ വെച്ച് ഈ വെയിൽ തടുക്കുകയാണ്. അതുപോലെ പോലീസ് ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. റോഡുകൾ മുഴുവനും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. പോലീസിന്റെ പാസുള്ള വാഹനങ്ങൾ മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. അതുപോലെ VIP വാഹനങ്ങൾ മാത്രമേ അകത്തേക്ക് വരുന്നുള്ളൂ, ഈ ഗ്രൗണ്ടിന് സമീപത്തേക്ക് വരുന്നുള്ളൂ. എന്നാലും സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിന് ഉള്ളിലേക്ക് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും രാഹുലിനെ കാണുവാനായി എത്തുന്നുണ്ട്. വയനാട്ടിലെ ഏറ്റവും വലിയ പ്രചരണ പരിപാടിയാണ് സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇതിനുശേഷം, അതായത് തിരുനെല്ലിയിൽ നിന്നും ബത്തേരിയിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ വണ്ടൂരിലേക്ക് പോകും. പിന്നെ അദ്ദേഹം കോഴിക്കോടേക്ക് പോകും. അതിനുശേഷം അദ്ദേഹം പാലക്കാട് തൃത്താലയിലേക്കാണ് അദ്ദേഹം അടുത്ത പരിപാടിക്കായി പോകുന്നത്. വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ലീഗ് പതാകകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും വളരെ ആവേശത്തിൽ തന്നെയാണ്, വളരെ ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ഈ ഒരു വിലത്തകർച്ച, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വിലയിടിവ്, ഈ അഴിമതി എന്നിവയ്ക്കെതിരെയാണ് താൻ പോരാടുന്നത് എന്നുള്ള വിവരം ഇന്നലെ അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു. എന്തായാലും ജനങ്ങൾ വളരെ ആവേശത്തിൽ തന്നെയാണ്. വയനാട് വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് വയനാട്ടിലെ ഈ ഒരു പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അണികളുമൊക്കെ തന്നെ വിശ്വസിക്കുന്നത്.